ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് ആണ്. ഇറ്റ്സ് ഫ്രം അൺബോക്സിഫൈ. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കുറേ ഇങ്ങനെ റീൽസ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചീപ്പ് റേറ്റിൽ കുറേ പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കുമെന്ന് പറഞ്ഞൊരു അൺബോക്സിഫൈ എന്നൊരു പ്രൊഡക്റ്റ് കമ്പനി. സോ ഇവരെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ റിട്ടേൺ ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഇല്ലേ, നമ്മളിപ്പം ഓൺലൈൻ മേടിക്കുന്നതും പിന്നെ കുറച്ച് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെടാത്ത റിട്ടേൺ ചെയ്യുന്ന പ്രൊഡക്ട്സൊക്കെ അവരെടുത്തിട്ടത് നമുക്കത് ചെറിയ റേറ്റിലൊരു 30%, 20% ഒക്കെ ഒരു ഡിസ്കൗണ്ടിൽ നമുക്കത് വിൽക്കും. ഞാൻ ആക്ച്വലി മേടിച്ചിരിക്കുന്നത് സെബ്രോണിക്സിൻ്റെ ഒരു കീബോർഡാണ്. ഒരു ലൈറ്റ് RGB ഉള്ള ഒരു മെറ്റൽ കീബോർഡാണ്. സോ ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. ആക്ച്വലി ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ പ്ലീസ് മേക്ക് എൻ അൺബോക്സിങ് വീഡിയോ വൈൽ ഓപ്പണിംഗ് ദ പാക്കേജ്. ഓക്കെ. അപ്പോൾ റിട്ടേൺ പ്രോസസ്സ് നമുക്ക് ഇതുകൊണ്ട് ഇത് ആക്ച്വലി നമ്മളിത് അൺബോക്സ് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യണം. So let's unbox it. Okay. പാക്കിംഗ് അത്യാവശ്യം ഓക്കെയാണ്. ആക്ച്വലി എൻ്റെ ട്രൈപോഡ് ഇല്ല, അതാണ് ഞാനൊരു 1 hand വെച്ച് റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്, അൺബോക്സിങ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ്. നമ്മളെല്ലാ സ്റ്റെപ്സും അത്യാവശ്യം ഒന്ന് റെക്കോർഡ് ചെയ്തേക്കാം. നമുക്ക് പറയാൻ പറ്റില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ അൺബോക്സിഫൈ എന്ന സൈറ്റിൽ നിന്ന് വാങ്ങുന്നത്. സോ കാൻറ്റ് സേ എനിത്തിങ് അബൌട്ട് ദാറ്റ്. പ്രൊഡക്റ്റ് എങ്ങനെയാണ് വരുന്നത്. സോ ആസ് ഐ എക്സ്പെക്റ്റഡ് പാക്കേജിങ് അലമ്പാണ്. ആക്ച്വലി റിട്ടേൺ ചെയ്ത പ്രൊഡക്റ്റ് അല്ലേ, സോ കുറച്ച് അലമ്പാണ്. ജസ്റ്റ് ഓരോ സാധനങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ബ്ലാക്ക് ടേപ്പൊക്കെ ഇട്ട്. ഐ ഡോണ്ട് നോ, മേ ബി ഇറ്റ്സ് സം ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രീവിയസ് ഓണർ. സോ നമുക്ക് തുറന്ന് നോക്കാം. ജസ്റ്റ് ഇത് റീപാക്ക് ചെയ്തേക്കുവാണ്. ഓക്കെ, സൈഡിൽ നിന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മൗസ് അവിടെ മാറ്റി വെച്ചേക്കാം. കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല. കൈൻഡ് ഓഫ് ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ചിലപ്പോൾ അത് ക്ലീൻ ചെയ്താൽ മാറുമായിരിക്കും. ഓക്കെ, നോക്കടാ. ഓക്കെ, യൂസ് കീബോർഡ്. കീബോർഡിൻ്റെ ക്വാളിറ്റി തിങ്സ് ഓക്കെ. ചെറുതായിട്ടൊക്കെ ആക്ച്വലി ഇറ്റ്സ് നോട്ട് യൂസ്ഡ്, ബട്ട് ചെറുതായിട്ടൊക്കെ ഒരു ഡെൻ്റൊക്കെ ഉണ്ട്. അതിൻ്റെ ചെറിയൊരു ചളുക്ക് പോലെയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. നമുക്ക് നോക്കാം ഹൗ ഇസ് ഇറ്റ് ഗോസ്. സോ ഇതാണ് നമ്മുടെ കീബോർഡ്. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി വർക്കിംഗ് കണ്ടീഷനാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല അൺബോക്സിഫൈയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ആക്ച്വലി യു ക്യാൻ സീ മൗസ് അത്രയ്ക്കും ഫിനിഷിങ് അല്ലായിരുന്നു. നമുക്ക് കാണുമെന്നറിയത്തില്ല, ചെറുതായിട്ടൊക്കെ ചെറിയൊരു സ്ക്രാച്ച് കൈൻഡ് ഓഫ്. ഇത് യൂസ്ഡ് അല്ല, കണ്ട ചെറിയൊരു റസ്റ്റ് പോലെയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. മേ ബി ഇത് ഇങ്ങനെ കിടന്നിട്ട്. കീബോർഡ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ചെറുതായിട്ടൊക്കെ ഉള്ള ഡെൻറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ബെൻഡ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇത് പാക്കേജിന് നല്ല ഡാമേജ് വരുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും മേ ബി പോസിബിൾ. സെബ്രോണിക്സിൻ്റെ അതേ ചെക്കിങ്ങിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്, ക്വാളിറ്റി ചെക്കിങ്. പിന്നെ ഇതിൻ്റെ ഒരെണ്ണം മിസ്സിങ് ആയിരുന്നു. ഇതിൻ്റെ ചെറിയൊരു 2 ലെവൽ ഓഫ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഒരു ചെറിയ സാധനം ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല, അത് മിസ്സിങ് ആണ്. സോ ഓവറോൾ കുഴപ്പമില്ല. RGB കാണിച്ചില്ല, ലൈറ്റ് എല്ലാം വർക്കിംഗ് ആണ്. വെയിറ്റ്, അത്യാവശ്യം 3 മോഡുണ്ട്. 3 ലൈറ്റ്, ഒന്ന് മൗസിനും ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ. കണ്ടോ, ലോങ് പ്രസ് ചെയ്താൽ ഓഫ് ആവും.
ലോങ് പ്രസ് ചെയ്ത് ഓണാക്കാൻ പറ്റും. ലൈറ്റ് ഞാൻ കാണിച്ചില്ല. ഇതിൻ്റെ അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റി RGB ആണ്, കുഴപ്പമില്ല. സോ അൺബോക്സിഫൈ അധികമൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട. കൈൻഡ് ഓഫ് ഒരു കുറച്ചൊരു ഡാമേജ് അല്ല, കൈൻഡ് ഓഫ് ഒരു ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉള്ള ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും. സോ നമുക്ക് അടുത്തൂടെ കാണാം. ശരി.